ജി സുധാകരൻ ഒറ്റയ്ക്കല്ല. അതാണ് നിങ്ങളുടെ മുദ്രാവാക്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സീറ്റിലാണ് ജി സുധാകരൻ മത്സരിച്ചത്. നിങ്ങൾ ഓർത്തോണം. ജി സുധാകരൻ സ്വതന്ത്രനായി നിൽക്കുമ്പോ ജി സുധാകരനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ഞങ്ങൾ അങ്ങയോടൊപ്പം എന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് ഓർത്തുകൊള്ളുക. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ പറയും അവിടെ നാവ് ആണി അടിക്കുമെന്നാ പറഞ്ഞു. ഈ ജി സുധാകരന്റെ നാവിൽ ആണി അടിക്കാൻ ഇന്നത്തെ ഒരു ചെറിയ മൂലിൽ വന്ന് ചെറുതായി വന്ന് വീണ വെള്ളത്തുള്ളികൾക്കിടയില് ആ വെള്ളത്തുള്ളികളുടെ ആ ബലത്തിൽ പൊട്ടി വിരിഞ്ഞ ഈ കുടുകൾക്ക് എന്ത് ധൈര്യമാണ് ഇവർക്ക്. എനിക്ക് മനസ്സിലാകുന്നത് എന്താണ് ഈ പറയുന്നതെന്ന്. ഈ പാർട്ടി ഇവിടെ വേണമെന്ന് അവർക്കില്ല. അതാണ് കാര്യം. ഈ പാർട്ടി ഇവിടെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ നേതാക്കന്മാർ ഇങ്ങനെ പറയോ? അവരിത് അവസാനിപ്പിക്കുമ്പോ പോകുന്ന വഴിക്ക് അങ്ങ് പറഞ്ഞു പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് സുധാകരനെ പേടിയില്ല എന്ന് ജനത്തിനെ കാണിക്കുകയാണ്. എടാവേ, നിന്നെയൊക്കെ പുച്ഛിച്ച് ജനം വഴിയെ തള്ളിക്കളഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം. 100-ലധികം സീറ്റോട് കൂടി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നിൽക്കുകയാണ്. അത് വെറും സീറ്റാണ്. മനസ്സിലാക്കണം. ജനങ്ങളുടെ വികാരമാണ്. 10 കൊല്ലക്കാലം നിങ്ങൾ ഏറ്റെടുത്തില്ല ഈ കേരളത്തെ. എങ്ങോട്ടാണ് എടുത്തത്? നിങ്ങളുടെയൊക്കെ കുടുംബത്തേക്ക് എടുത്തു. പിണറായി വിജയന്റെ കുടുംബത്തേക്ക്. ഇപ്പൊ പിണറായി വിജയന്റെ ഇപ്പോഴത്തെ അഭ്യാസം കണ്ടാകുമ്പോ ചിരി വരും. ഒരു ബസ് 1 കോടി 8 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കിയ ഒരു ബസ്, ആ ബസ്സിൽ സ്റ്റെപ്പ് കയറാൻ വയ്യ അദ്ദേഹത്തിന്. കാലുമൊന്നുമില്ല. കാല് നോക്കാൻ പകരം ലിഫ്റ്റ് വെച്ചു. കണ്ടില്ലേ? ഫുട്ബോൾ ലിഫ്റ്റ് വെച്ചു. ഇപ്പൊ മുണ്ടുമടക്ക് കൊടുത്ത് ഇറങ്ങിയിരിക്കുക. കാരണം എന്താ? അവസാനം ആ ബാലഗോപാൽ എല്ലപ്പി പറയണം എന്ന് പറഞ്ഞല്ല നമ്മൾ കേട്ടതാ. എല്ലപ്പി പറയാൻ കൊണ്ടുകൊടുത്ത് ഇറങ്ങിയിരിക്കുക. ഇപ്പൊ അങ്ങനെ മുട്ടുവേദന ഇല്ല, ഒരു പിന്നാക്കും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് നിങ്ങൾ ചെയ്തത്. കഴിഞ്ഞ 10 കൊല്ലം നിങ്ങൾ ചെയ്തത്. ഞങ്ങളെ അപമാനിക്കായിരുന്നു. സാധാരണക്കാരായ ആളുകളെ അപമാനിക്കായിരുന്നു. ജനാധിപത്യ വിശ്വാസികളെ ആക്രമിക്കായിരുന്നു. അല്ലെ നിങ്ങളുടെ വീട്ടിൽ 1-ാം നിലയിൽ മുന്നോട്ട് പോകാൻ ലിഫ്റ്റ് വെച്ചത്? നിങ്ങളുടെ വീട്ടിൽ 1-ാം നിലയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ ലിഫ്റ്റ് വെച്ചില്ലേ? ഇതാണോ ജനം കണ്ടത്? അതിന് സിന്ദാബാദ് വിളിച്ച നിങ്ങളെയാണ് ജനം ആട്ടി പുറത്താക്കിയത്. അപ്പൊ അതിന് സിന്ദാബാദ് വിളിക്കുന്ന കുറെ ആളുകൾ ഇപ്പൊ ഈ പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ട്. അവരാണ് ഇപ്പൊ ഇതെല്ലാം ഭരിക്കുന്നത്. അവർ വിചാരിച്ചിരിക്കുന്നത് അടുത്ത 5 കൊല്ലം ഞങ്ങൾ വരുന്ന. അങ്ങനെ അല്ല എന്നാണ് ശ്രീ ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാരവാഹികളായവരോട് ശ്രീ ജി സുധാകരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല. നിങ്ങൾ വരില്ല, നിങ്ങൾ ഇത് തുടർന്നാൽ വരില്ല. ഈ സ്കൂളിൽ കഴിഞ്ഞ ദിവസം വന്നപ്പോ അദ്ദേഹത്തെ ആക്ഷേപിക്കുക. ജി സുധാകരനെ സാറേ ഞങ്ങളെ വിളിപ്പിച്ചു എന്നൊക്കെ ഇതൊക്കെ പറയാൻ ഉറപ്പുണ്ടോ? ജനം വിളിച്ചാണ്, ജനം ഏറ്റെടുത്ത് വിളിച്ചത സുധാകരൻ സാറേ എന്ന്. ഞങ്ങൾ അപ്പുറത്ത് നിൽക്കുമ്പോ ഞങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്തിനാണ് ഈ ഇന്ത്യയെ വിളിക്കുന്നത്? ആരാധനയോടുകൂടി ഞങ്ങളുടെ പാർട്ടിക്കാർ ആരാധനയോടുകൂടി വിളിക്കുന്നത് ഞങ്ങൾ കേട്ടോളാ. അല്ല, നീയൊക്കെ പറഞ്ഞു വിളിപ്പിച്ചല്ല, സുധാകരൻ പറഞ്ഞു വിളിപ്പിച്ചല്ല. കോൺഗ്രസ് പറഞ്ഞോ സുധാകരൻ ഞങ്ങൾ സാറേന്ന് വിളിക്കണമെന്ന്? ജി സുധാകരൻ സാർ എന്ന് വിളിക്കാൻ പ്രാപ്തമായത് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിന്റെ സർട്ടിഫിക്കറ്റാണ്, ജനം കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. അല്ലാതെ ഞങ്ങളെ കൊണ്ട് വിളിപ്പിച്ചതെന്നാണോ ഉണ്ടോ? നിർത്തി പോരാ, അവസാനിപ്പിക്കുക. ഇനി ഇങ്ങനെ കാണിച്ച് നിങ്ങൾ ബാക്കിയുള്ള നേരത്തെ ഭാരതീയരായ DCC പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇത് അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുതേ എന്ന് അപേക്ഷിക്കുക. നിങ്ങൾ ഓർക്കുക, നിങ്ങളായിരുന്നു കടമനിട്ട ജീവിച്ചിരുന്നവരെയൊക്കെ തല്ലിക്കൊന്ന കമ്മ്യൂണിസ്റ്റാ. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഓർക്കണം. നിങ്ങൾ വന്ന വഴി, നിങ്ങൾ നടത്തിയ സമര പോരാട്ടങ്ങളുടെ വഴി ഇന്ന് നിങ്ങൾ നടത്തുന്ന നിങ്ങളുടെ ഉപജീവന രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള തട്ടിപ്പ് തരികൾ ഏർപ്പാട് നടത്തുകയാണ്. നല്ലത് പറയുന്നവനെ ആക്ഷേപിക്കുകയാണ്. എന്നിട്ട് പറയുന്നു CPM-നെ എതിർക്കുന്നു. CPM-നെ ആർക്കെതിരെ ആരെതിർക്കുന്നു? ചോദിക്കുന്നില്ല. ഇന്ത്യയിലെ ബാക്കി എല്ലാ സ്ഥലത്തും കോൺഗ്രസ് ഇല്ലാതെ CPM ഉണ്ടാവേ എന്ന് ചോദിച്ചാണോ കുറ്റം? കോൺഗ്രസ് ഇല്ലാതെ CPM ഉണ്ടോ ചോദിച്ചാണോ കുറ്റം?
ബഹുമാനായ നേതാക്കന്മാർ സംസാരിക്കാനുള്ള ഞാൻ വിശദാംശങ്ങളെ കിടക്കുന്നത് ഞാൻ പറയുന്നു. നമ്മൾ ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യം ഒരേ ഒരു കാര്യം, ജി സുധാകരൻ ഒറ്റയ്ക്കല്ല. അമ്പലപ്പുഴയിലെ നിറഞ്ഞ മനസ്സ്, വോട്ട് ചെയ്യാൻ കഴിയാത്തവർക്ക് പോലും ഞാൻ CPM അടിമയായി പോയി, അതുകൊണ്ട് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒഴികെ ബാക്കി എല്ലാവരും ഹൃദയം കൊണ്ട് ചേർത്ത് പിടിച്ചു. കേരളത്തിൽ ആരുമാരും ഐക്യ ജനാധിപത്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിക്കൽ എന്ന് പറയുന്നത് ജനാധിപത്യത്തെ, മതേതരത്വത്തെ അതിന്റെ എല്ലാ സന്തോഷത്തോടും കൂടി, എല്ലാ സൗന്ദര്യത്തോടും കൂടി കേരളത്തിൽ കൊണ്ടുവരുന്നതിന് കോൺഗ്രസിനെ കഴിയുള്ളൂ, ജനാധിപത്യ മുന്നണിക്ക് കഴിയുള്ളൂ എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ജി സുധാകരൻ എന്ന് പറയുന്ന നമ്മുടെ നേതാവിനെ മാത്രമല്ല, അമ്പലപ്പുഴ പ്രിയങ്കരനായ നേതാവിനെ മാത്രമല്ല, കണ്ണൂരിലും കോഴിക്കോടും കൊല്ലത്തും നമ്മൾ പിന്തുണച്ചു. എന്തിനാണ്?